ബോളി ഇല്ലാത്തൊരു ഓണം നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് അന്യമായിരിക്കും. ബോളി ഉണ്ടാക്കുന്ന ചില കാഴ്ചകൾ കാണാം. 360 ദിവസവും ബോളിയും പായസവും കിട്ടുന്ന അംബീസ് കിച്ചണിലെ കാഴ്ചകളിലൂടെ തിരുവനന്തപുരം മണക്കാട് ജംഗ്ഷനിൽ നിന്ന് വിഴിഞ്ഞത്തോട്ട് പോകുന്ന റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ വലതുവശത്തായി കാണാം അംബീസ് കിച്ചൺ എന്ന രുചിയിടം. ഇവിടെ അത്തം മുതൽ ഉത്രാടം വരെ പായസമേള നടക്കുന്നുണ്ട്. അതിലേക്ക് വരും മുമ്പ് അംബീസ് കിച്ചൻ്റെ അകത്തളങ്ങളിലേക്കൊന്ന് പോയി വരാം. ശ്രീ മഹേഷിൻ്റെ ഭാര്യ ശ്രീമതി ബിന്ദു മുന്നിൽ നിന്ന് നയിക്കുന്ന അംബീസ് കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക്. വളരെ ശ്രദ്ധാപൂർവമാണ് ഇവിടെ ബോളിയും പ്രഥമനും പായസവും കറിക്കൂട്ടുകളും തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ആഹാരം ഉണ്ടാക്കിയാൽ എത്രമാത്രം ശ്രദ്ധയും വൃത്തിയും പുലർത്തുമോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം തയ്യാറാക്കിയെടുക്കുന്നത്. ബോളി ഉണ്ടാക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ഒരു കാഴ്ച. രുചി മാത്രമല്ല, വിശ്വാസത്തോടെ കഴിക്കാം എന്ന് കണ്ട് വിശ്വസിക്കപ്പെട്ട അനുഭവങ്ങളാണവ. ഇവിടെ നിന്ന് വാങ്ങിക്കുന്നവർക്ക് പരമാവധി നല്ലത് കൊടുക്കണമെന്ന രീതിയിൽ എല്ലാവരും ഒരേ മനസ്സോടെയാണ് എല്ലാം ഇവിടെ ചെയ്യുന്നത്. ഉണ്ടാക്കുന്നവനാണ്, ഇവനെ സഹായിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ്. പലതരം ഉരുളികളിൽ പ്രഥമനും പായസവും എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും അതിൻ്റെ ശരിയായ വേവിൽ എത്തിയോ എന്ന് നോക്കിയും അത് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കഴിക്കുമ്പോൾ അത് തരുന്ന കയ്യിനെ പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തിരുവനന്തപുരം സ്വദേശിയും അംബീസ് കിച്ചന്റെ ഉടമസ്ഥനുമായ മഹേഷ് 27 വർഷം എറണാകുളത്തെ കാറ്ററിംഗ് മേഖലയിലായിരുന്നു. ശ്രീ അനന്തസ്വാമി, ശ്രീ മനുസ്വാമി, ശ്രീ പഴയടം മോഹനൻ നമ്പൂരി തുടങ്ങി പല പ്രമുഖരോടൊപ്പവും പല പ്രമുഖ കാറ്ററിംഗ് കമ്പനികളോടൊപ്പവും ജോലി ചെയ്യാൻ അവസരമുണ്ടായി. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയുടെ അവസാനം മഹേഷുമായുള്ള സംസാരത്തിൽ കേൾക്കാൻ കഴിയും. 2020 ചിങ്ങം 1 ഓഗസ്റ്റ് 17 രണ്ടാമത്തെ മകന്റെ വീട്ടിലെ ചെല്ലപ്പേരായ അമ്പി എന്ന പേരിൽ അംബീസ് കിച്ചന് തുടക്കം കുറിച്ചത്. പായസവും ബോളിയും കൊണ്ടാട്ടങ്ങളും മാത്രമല്ല, അച്ചാറുകളും പലഹാരങ്ങളും വെജിറ്റേറിയൻ കറികളും അംബീസ് കിച്ചണിൽ ലഭ്യമാണ്. 2020 മുതൽ തന്നെ ഞാനും കുടുംബവും അംബീസ് കിച്ചണിലെ കസ്റ്റമേഴ്സാണ്. ഇതുവരെ അംബീസ് കിച്ചണിലെ രുചികൾ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. നെയ്ബോളിയോടൊപ്പം തന്നെ പാൽപ്പായസം, പാലട, കടല, അടപ്രഥമൻ തുടങ്ങി വിവിധ പ്രഥമനുകൾ, പായസങ്ങൾ ഇവിടെ ലഭ്യമാണ്. പാൽപ്പായസം, പാലട അങ്ങനെ കൂടുതൽ സമയം പാൽ വറ്റിച്ച് കുറുക്കിയുണ്ടാക്കുന്ന പായസപാത്രത്തിന്റെ വശങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന പാട ചുരണ്ടിയെടുത്ത് കിട്ടുന്ന ഒന്നാണ് പാൽ ചുരണ്ടി. അതാണിത്. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പങ്കുവച്ചതാണ്. ഇത് വിൽക്കാൻ പറ്റില്ല, കാരണം പായസം ഉണ്ടാക്കുന്ന സമയം കഴിക്കാൻ മാത്രമാണ് രുചികരം. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറും. മക്കളായ ശിവറാമും അമ്പി എന്ന് ചെല്ലപ്പേരുള്ള സിദ്ധാർത്ഥം തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അച്ഛനും അമ്മയ്ക്കും കട്ട സപ്പോർട്ടാണ്. കടയിലെ കാര്യങ്ങളും ഓണത്തിന്റെ വിശേഷങ്ങളുമായി അംബീസ് കിച്ചണിലെ ഔട്ട്ലെറ്റിലേക്ക് അട, കടല, സേമിയ, പാലട, പാൽപ്പായസം, ചെറുപരിപ്പ്, പഴം പ്രഥമൻ, പുത്തരി പായസം, ക്യാരറ്റ് പ്രഥമൻ, പൈനാപ്പിൾ പായസം, ചൗവരി പായസം എന്നിവയാണ് പായസമേളയ്ക്ക് ഉണ്ടാകുന്നത്. ഓണത്തിലെ ഓരോ ദിവസത്തെയും പായസങ്ങൾ, ഓണം സ്റ്റാർട്ടർ കിറ്റ്, തിരുവോണ ദിവസത്തിലെ പ്രീ ബുക്കിംഗ് തുടങ്ങിയവ വീഡിയോയിൽ കാണാം. ഒന്ന് പോസ് ചെയ്താൽ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കാണാം. പാലട ഒരു ഗ്ലാസിന് 50 രൂപ, ബാക്കിയെല്ലാം 40 രൂപയാണ് വില. 5 എണ്ണം വരുന്ന ഒരു പാക്ക് ഗീ ബോളിക്ക് 100 രൂപ. രാവിലെ 9:30 മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടുത്തെ സമയം. സൊമാറ്റോ, സ്വിഗ്ഗി മാത്രമല്ല, മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് അംബീസിൽ നിന്ന് ഡയറക്റ്റ് ഡെലിവറിയുമുണ്ട്. കിലോമീറ്ററിന് 10 രൂപ വെച്ചാണ് കണക്കാക്കുന്നത്. വ്യക്തിപരമായ തിരുവനന്തപുരം സദ്യയാണ് എനിക്ക് പ്രിയം. കാരണം ഇവിടെയാണ് ജനിച്ചു വളർന്നതും എൻ്റെ ശീലങ്ങളും ഇവിടുത്തെ ആഹാരമാണ്. ഒരുപക്ഷെ വേറെ സ്ഥലങ്ങളിലുള്ളവർക്ക് അവിടുത്തെ ആഹാരമായിരിക്കാം പ്രിയം. അതുകൊണ്ട് തങ്ങളുടെ ആഹാരമാണ് ഏറ്റവും മികച്ചതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വാദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് പല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെപ്പറ്റിയും ഇനി വരുന്ന സംവാദത്തിൽ അറിയാൻ കഴിയും. ഉടമസ്ഥനായ മഹേഷിന്റെ വാക്കുകളിലൂടെ. എന്നാണ് നമ്മുടെ അംബീസ് കിച്ചൺ തുടങ്ങിയത്? നമ്മൾ 2020 ഓഗസ്റ്റ് 17 നമ്മുടെ കടയുടെ സമയം എത്ര മണി തൊട്ട് എത്ര മണി? രാവിലെ 9:30 തൊട്ട് രാത്രി 10 മണി വരെ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, 9 തൊട്ട് 10 മണി വരെ. ഇവിടെ നിന്ന് എല്ലാം റെഡിയായി വരുമ്പോൾ ഒരു 8:45, 9 മണിയാവും. പിന്നെ വണ്ടിയിൽ ഇവിടെ നിന്ന് നേരെ ഷോപ്പിലേക്ക് വീട്ടിൽ അവിടെ ഒരു 9 തൊട്ട് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും? എല്ലാ ദിവസവും ഉണ്ട്, ഞായറാഴ്ച ഉൾപ്പെടെ 360 ദിവസമുണ്ട്. 5 ദിവസം അവധിയുണ്ട്. അത് ഓണം കഴിഞ്ഞ് അവിട്ടം ചതയം കഴിഞ്ഞതിന് ശേഷം 5 ദിവസം ഫുള്ള് കട അവധിയാണ്. 5 ദിവസം, അതിനുശേഷം എല്ലാ ദിവസവും. ഏതൊക്കെ പായസമാണ് സാധാരണ ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് പാൽപ്പായസം, പാലട, കടല, അട, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗോതമ്പ്, ചെറുപരിപ്പ്, പിന്നെ പഴം പ്രഥമൻ, അങ്ങനത്തെ ഐറ്റംസാണ്. മെജോറിറ്റി പോകുന്ന ഈ 4 പായസമാണ്. പാൽപ്പായസവും, കടല, പാലട, അട. അതുപോലെ തന്നെ ബോളി ഉണ്ടല്ലോ, ബോളി. അതെ, അതിന് പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത്? തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ രീതിക്ക് തന്നെയാണ്, ലൈവായിട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ സ്റ്റഫിംഗ് ആണ് കൂടുതൽ. അതിൻ്റെ ഔട്ട് കോട്ടിങ് കുറവാണ്, മൈദ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ട് 2 ദിവസമാണെങ്കിലും ഇതിന് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണത്. നമുക്ക് പരത്താൻ വേണ്ടി മാത്രമുള്ള മൈദ ഉപയോഗിച്ചാണ് നമ്മൾ ബോളി ചെയ്യുന്നത്. ലെയർ ഒരു ലെയറേ കിട്ടത്തുള്ളൂ. 2 ലെയർ കിട്ടാൻ ഒട്ടിപ്പിടിക്കും, പൊട്ടിപ്പോവും.
കാര്യം ഇത് പരിപ്പിൻ്റെ അളവാണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് സോഫ്റ്റാണ്, പെട്ടെന്ന് പൊട്ടി. ഈ സൈഡിൽ ഇങ്ങനെ കട്ടിയാവുന്നൊരു എപ്പോഴും ഒരു ബോളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ മൈദയുടെ കണ്ടന്റ് എപ്പോൾ കൂടുതൽ വരുമ്പോൾ അത് നമ്മൾ പരത്താൻ വേണ്ടി മൈദ ആവശ്യമാണ്, അത് ഒഴിവാക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മൈദ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവും ബോളി, നമ്മുടെ ബോളി പെട്ടെന്ന് പൊട്ടുന്ന ഒരു പ്രവണതയാണ്. അത് വേറെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല. ബോളി എല്ലാ ദിവസവും രാവിലെ ചെയ്യും. വൈഫാണ് എൻ്റെ ആൾ, ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച് പെട്ടെന്ന് പിക്ക് ചെയ്തു. അവളുടെ കൺട്രോളാണ്, വൈഫിൻ്റെ കൺട്രോളാണ് ബോളി പോകുന്നത്. പായസം മറ്റ് കറികൾ അതൊക്കെ നമ്മൾ ചെയ്യും. ഇതല്ലാതെ ബോളിയും പ്രഥമനും അല്ലാതെ കറികളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് 2022 തൊട്ട് നമ്മൾ പുതിയ കടയിലോട്ട് ഷിഫ്റ്റ് ആയ സമയം തൊട്ട് കറികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കറികളൊന്നല്ല, ഒരുപാട് പേർക്ക്, അതായത് വീട്ടിൽ കുറേ പ്രായർക്ക് വയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പം, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഹെൽപ്പിന് വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ചോറില്ല, കറികൾ മാത്രം, ഒരു 3-4 കൂട്ടം കറികളും ഞായറാഴ്ച ഒരു 7-8 കൂട്ടം കറികളായിട്ട് എങ്ങനെ ചെയ്യും. അതിങ്ങനെ നോർമലി കിട്ടുന്ന കറികളല്ല, അത് മാറി മാറി ചെയ്ത് പരീക്ഷിച്ച് മാറ്റും. തീയൽ, പാവയ്ക്ക തീയൽ, വാഴപ്പിണ്ടി തോരൻ, വാഴക്കൂമ്പ് തോരൻ, കപ്പപ്പെരട്ട്, പിന്നെ കൂട്ടുകറി. നമ്മൾ സദ്യക്ക് കിട്ടുന്ന കറികൾ മാത്രമല്ല, മറ്റു കുറേ അറിയില്ല, വത്തക്കുഴമ്പ്, അതൊക്കെ കുറച്ച് ഒതൻറ്റിക് സാധനങ്ങൾ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. പൊതുവായി എന്താ കറികൾ ഇതൊക്കെ തന്നെയാണ്? പൊതുവായിട്ട് മെയിൻ നമ്മൾ സാമ്പാർ തന്നെയാണ്, നമ്മളെ ഉള്ളി സാമ്പാർ. അതുപോലെ പിന്നെ തീയൽ ഒരു 5-6 ടൈപ്പ് തീയലുണ്ട്. പാവയ്ക്ക തീയൽ, നോർമൽ ഉള്ളി, ചെറിയ എല്ലാ ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയാണ്. പിന്നെ വെണ്ടയ്ക്ക തീയൽ വയ്ക്കും. പിന്നെ പുളിശ്ശേരിയിൽ തന്നെ ഒരു 6 ഐറ്റം പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, വെണ്ടയ്ക്ക പുളിശ്ശേരി, കുമ്പളങ്ങയുടെ പുളിശ്ശേരി. പിന്നെ അത് തന്നെ മോരുകറിയായിട്ട് കൺവേർട്ട് ആവും, ടൊമാറ്റോ മോരുകറി, അങ്ങനെ പല ഇതിലായിട്ട് വരും. ഈ കട തുടങ്ങുന്നതിന് മുമ്പേ ഭക്ഷണമായിട്ടുള്ള ഒരു പരിചയം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 98 തൊട്ട് ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് ശരിക്കും. അവിടെ വർക്ക് ഇങ്ങനെ അമ്പലം പരികർമ്മം, ചെറിയ രീതിക്ക് അമ്പലക്കാരെ സഹായിക്കുക, അങ്ങനെ ആനപ്പുറത്ത് കയറുക, അങ്ങനെയുള്ള പരിപാടിയായിട്ട് പാഷനായിട്ട് കയറിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പാഷനായിട്ട് പിടിച്ചാണ് ഫുഡ് മേഖല. അതൊരു കൂടെ ഒരുപാട് ആശാന്മാരുടെ കൂടെ അവരുടേതായിട്ടുള്ള രീതി കൂടെ നിന്ന് പഠിച്ചു. ഞാൻ അവിടെ കാറ്ററിംഗ് ആയിരുന്നു തൃപ്പൂണിത്തുറയിൽ. പിന്നെ ഒരുപാട് കാറ്ററിംഗ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വലിയ വലിയ ആൾക്കാരായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ നമുക്കൊരു പരിചയമായിട്ട് വന്നതാണ് കുക്കിംഗ് മേഖല. പിന്നെ അതെനിക്കൊരു ഇഷ്ടമായി, ഒരു പാഷനായിട്ട് അങ്ങ് മാറി. പിന്നെ വീണ്ടും ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വർക്കായിരുന്നു. അവിടെ ഒരു ലോഡ്ജും അങ്ങനെ മറ്റ് വേറെ കുറേ ബിസിനസ് പരമായിട്ട് നീങ്ങി. വീണ്ടും അത് 2019 ആയപ്പോൾ കൊറോണയിലേക്ക് നീങ്ങി. അത് പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ട് സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉടലെടുത്തൊരാശയമാണ് അംബീസ് കിച്ചൺ. മുമ്പ് സംസാരിച്ച ഓർമ്മയിലാണ് ഈ അമ്പലപ്പുഴ പാൽപേസ് അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ മഹേഷിന് നേരിട്ട് അതിലൊക്കെ ഇൻവോൾവ് ആകാൻ പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കി. കണ്ട് അവിടെ പോയി 1-2 വർക്കുകൾ ചെയ്യാനായിട്ട് യോഗം കിട്ടിയിട്ടുണ്ട്. ഉണ്ണിയപ്പം, അഷ്ടമിരോണിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഞാൻ എറണാകുളത്തുള്ള സമയത്ത് അവിടുത്തെ ആൾക്കാരുടെ കെയർ ഓഫിൽ വർക്ക് പിടിച്ച് ചെയ്ത കൂട്ടത്തിൽ ഞാനും പോയി ചെയ്തിട്ടുണ്ട്. അത് 8-9 വർഷം അവിടെ അഷ്ടമിരോണിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് വർക്കിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്പലപ്പുഴ പായസം ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ നിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടുണ്ട്. ഭഗവാന് നേരിട്ട് വെളുപ്പിനെ തൊഴാൻ പറ്റില്ല. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ അത് ഇതുമായിട്ട് ഒരിക്കലും ഞാൻ കമ്പാരിസൺ പറയത്തേ ഇല്ല. ഭഗവാന്റെ ഇതെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. നമ്മൾ നമ്മളായിട്ടുള്ള രീതിക്ക് അത് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ തിരുവനന്തപുരത്ത് എത്രയും പെട്ടെന്ന് അത് കയ്യിലെടുത്തു എന്നുള്ളതാണ്. നമുക്കതെന്തോ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസം എപ്പോഴും മനസ്സിലുണ്ട്. ഉണ്ട്. അത് അവിടെ പോകാൻ പറ്റിയതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് എന്തെങ്കിലും കാരണവശാൽ ഭഗവാന്റെ ഇതിന് പ്രസാദം വയ്ക്കാനൊന്നുമല്ല, എന്തെങ്കിലും ഒരു കാരണം. ഇപ്പോൾ ഞാൻ ഫോട്ടോ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞാനാണ് അമ്പലത്തിൽ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അരവണയുടെ കോൺട്രാക്ട് എടുത്ത് ഇടയ്ക്ക് 2-3 വർഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആഹാരമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും നമ്മൾ വർക്ക് പഠിച്ചത് തൃപ്പൂണിത്തുറ എറണാകുളം ഭാഗത്തായതുകൊണ്ട് ട്രിവാൻഡ്രം വടക്കോട്ടുള്ള സ്റ്റൈലിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ പാഷൻ തുടങ്ങുന്നത് എറണാകുളത്തു നിന്നായതുകൊണ്ടും ഞാൻ അവിടുത്തെ സ്റ്റൈലും കൊണ്ട് കയ്യിൽ ഒരു പഠിത്തമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു കയറുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഇത് കറികളൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ട്രിവാൻഡ്രത്തെ പറ്റി, ഇവിടുത്തെ ഫുഡ് ശൃംഖലയിലോട്ട് ആവാനായിട്ട് കുറേ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റൈൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്യുവർ വടക്കൻ സ്റ്റൈലൊന്നും പറയാൻ പറ്റത്തില്ല, പ്യുവർ തെക്കൻ സ്റ്റൈലൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അവിടെ എല്ലാത്തിലും കുറച്ച് മധുരം നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ള കറികളാണ് എപ്പോഴും വടക്കോട്ട് വരുന്നത്. നമ്മളിവിടെ നേരെ തിരിച്ച് ഇവിടെ ഭയങ്കര അത്യാവശ്യം എരിവ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ അതിലൊക്കെ കുറേയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി അവിടുത്തെ പുളിയിഞ്ചി, ഇവിടുത്തെ ഇഞ്ചിക്കറി. ഇവിടെ ഇഞ്ചിക്കറി ഭയങ്കര പ്രധാനമാണ്. അവിടെ അത് പുളിയിഞ്ചിയാണ്. അപ്പോൾ ആ പുളിയിഞ്ചി എപ്പോഴും മധുരം, നല്ലൊരു മധുരം മുമ്പിലും കഴിച്ച് വരുമ്പോഴേക്കും ഒരു എരിവും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ പുളിപ്പും, അങ്ങനെ ഒരു 3 കോൺസെപ്റ്റായിട്ടാണ് പുളിയിഞ്ചി കഴിക്കുന്നത്. പക്ഷെ അത് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം ഇഞ്ചിക്കറിക്ക് ഭയങ്കര എരിവാണ്. പൊതുവെ ഇഞ്ചി അരച്ച് ചേർക്കുന്നതിൻ്റെയാണ് മുളകും, അതിൻ്റെ ഒരു എരിവ് എപ്പോഴും ഉണ്ട്. പക്ഷെ പുളിയിഞ്ചിക്ക് ഈ പറഞ്ഞ പോലെ എരിവില്ല. പക്ഷെ ഞാൻ അത് കുറച്ച് മധുരം കുറച്ച്, എന്നാൽ എരിവ് കുറച്ച് കൂട്ടി, അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ കസ്റ്റമേഴ്സായിട്ടുണ്ട്, വലിയ മോശം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ എരിവ് കൂടുതൽ കുറവെന്നുള്ള ചെറിയ ചെറിയ പരാതികൾ പൊതുവെ വരുന്നതല്ലാണ്ട് അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാതെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പലരും പറയാറുണ്ട് തിരുവനന്തപുരത്ത് സദ്യയാണ് നമ്പർ 1 എന്നൊക്കെ. ഇപ്പോൾ പലരും പറയാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് തിരുവനന്തപുരം സദ്യ കൊള്ളാം. അതുപോലെ ഓരോ സ്ഥലത്തും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ സദ്യ ആയിരിക്കും അവർക്ക് ഇഷ്ടം. നമുക്കൊരിക്കലും ഒരു താരതമ്യം ചെയ്ത് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതാണ് മഹേഷിന്റെ അഭിപ്രായം. മഹേഷിന് ഈ പരിചയമുള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും 4 കൂട്ടി ഓണം ഉണ്ണണമെന്നാണ്. 4 കറിയാണ്. അതിപ്പം നമ്പൂതിരിമാരുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ എരിശ്ശേരി, കാളൻ, ഓലൻ, തോരൻ, ഇതാണ് 4 കൂട്ടി ഓണം, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി. അത് 4 ഐറ്റം കറികളാണ് ശരിക്കും അവിടെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അവിടുത്തെ 5 പേരുടെ ഒരു കിറ്റെന്ന് പറഞ്ഞാൽ, ഞാനുള്ള സമയത്ത് ഇപ്പോഴത്തെ റേറ്റ് എനിക്കറിയില്ല, 1400 1300 കൊടുത്ത 5 പേരുടെ കറികളെല്ലാം കിട്ടും. ഇലയടക്കം ബോക്സിലാക്കി കിട്ടും. അതേസമയം അത് ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ അതിന് 3000+ വരും. കാര്യം ഇവിടെ എല്ലാത്തിനും ക്വാണ്ടിറ്റി വൈസ് കൂടുതലാണ്. കറികൾ കണ്ടമാനം. അതായത് കിച്ചടിയിൽ തന്നെ 3-4 ടൈപ്പ് കിച്ചടി വരും. അതായത് കിച്ചടിയൊക്കെ കുറച്ച് പുളിച്ച് പോകുന്ന കോൺസെപ്റ്റിലാണ്. നമ്മൾ വെളുപ്പിനെ ചെയ്ത് അത് എത്ര നേരത്തെ ഹാർഡ് വർക്കാണ് ഈ ബോക്സ് ആക്കിയിട്ട് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചീത്തയാവാത്ത കറികളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. എൻ്റെ ഒരു ഇതിലാണ്. ഈ തൈര് ഒഴിച്ച് ചെയ്യുന്ന കിച്ചടികളായാലും പച്ചടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്ത് പാക്ക് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു സമയത്താകുമ്പോൾ അത് ചീത്തയാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൊതുവെ കറികളുടെ എണ്ണം വളരെ കൂടുതലാണ് ട്രിവാൻഡ്രത്ത്. ഞാൻ ബേസിക് പറഞ്ഞത് അവിടെ കൂടി ഇപ്പോൾ എല്ലാം കൂടി ഒരു 12 to 15 കറികൾ തീരും. ഇവിടെ അത് നേരെ ഒരു 30-34 കറിയിലേക്ക് മാറുന്നു. എന്നാൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്, ടേസ്റ്റസ് ഉണ്ട്. അതൊന്നും മോശമൊന്നും പറയാനില്ല. അതിൽ ഇവിടുത്തെ ആയിട്ടുള്ള ടേസ്റ്റ്, ആദ്യം പറഞ്ഞ പോലെ അവിടെ കുറച്ച് മധുരം മുമ്പിൽ നിൽക്കുന്ന കുറേ കറികളാണ്, ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ നിൽക്കുന്ന കറികൾ, അങ്ങനെയൊക്കെ ആയിട്ട് വ്യത്യാസമുള്ളൂ. 34-35 കറികളൊക്കെ ചിലപ്പം വലിയ കല്യാണത്തിനും അത് ഓരോരുത്തരുടെ ആഡംബരമായിട്ട് ചെയ്യുന്നത്. 5 പായസം 4 പായസം. പക്ഷെ സാധാ കറികളൊന്നും അത്രയും കറികളൊന്നും വരില്ല സാധാരണ സദ്യ. പക്ഷെ പണ്ട് തൊട്ടേ ഉള്ള ഇപ്പം പിന്നെ സദ്യയുടെ നമ്പർ കൂട്ടി കാണിച്ച് നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി ഒരു പ്രവണതയുണ്ട് ചിലയിടത്തൊക്കെ. അല്ലാതെ സാധാ സദ്യ ഇപ്പം നമ്മൾ എറണാകുളത്ത് ഇപ്പോഴും ഉള്ളത് 2 പായസമാണ്. അതിലൊന്ന് പാലടയും ഒരു ശർക്കര പായസവും, 2 പായസമേ ഉള്ളൂ. പിന്നെ കറികൾ ഈ പറഞ്ഞാലും ഒരു കിച്ചടി, ഒരു മധുരക്കറി, കൂട്ടുകറി, അവിയൽ, തോരൻ, കാളൻ, പിന്നെ ചിലവർ മസാലക്കറി ഓലനും ആഡ് ഓൺ ചെയ്യും. പിന്നെ 3 തരം അച്ചാറ്, 2 ഉപ്പേരി. പരിപ്പ് കട്ടിപ്പരിപ്പാണ് അവിടെ. ഇവിടെ ഒഴിച്ചു പരിപ്പാണെങ്കിൽ അവിടെ ജസ്റ്റ് സ്പൂണിൽ കൊടുക്കുന്ന കട്ടിപ്പരിപ്പ് നെയ്യാണ്. അതെ, ഈ സാമ്പാറിൽ പരിപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിനും മാത്രം പരിപ്പ് മറ്റേ യൂസ് ചെയ്യത്തില്ല അവിടെ. ഇവിടെ സാധാരണ നോക്കുമ്പോൾ പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ കല്യാണത്തിന് മാത്രമേ ഇത്രയും കറികളുള്ളൂ. അല്ലെങ്കിൽ അത്രയും കറികൾ തിരുവനന്തപുരത്ത് സദ്യക്ക് വരാറില്ല. പക്ഷെ ഇപ്പൊ ഓണസദ്യക്ക് ഒരുപാട് കൂട്ടം കറികൾ ഇപ്പൊ എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ട്. ഓണസദ്യക്ക് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധാരണ രീതിയിൽ, പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനായിട്ടുള്ള ഒരു മെനുവിൽ വ്യത്യാസം തന്നെ. ഓണത്തിന് തിരുവോണം ഇത്രയും കറികൾ ഉണ്ടെന്ന് കുറച്ച് പരസ്യത്തിന് വേണ്ടി അത്രയും കറികൾ ഉണ്ടാക്കുന്നു. കിച്ചടി തന്നെ 3 ടൈപ്പ് കിച്ചടി വെക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്തിന് മെയിൻ ഡിഷിൽ കൂടുന്ന 3 കളർ കിച്ചടിയാണ്. ഒന്ന് ബീട്രൂട്ട് വരും, ഒരു പച്ച കളർ, ഒരു മറ്റേ പാവയ്ക്ക, അങ്ങനത്തെ 2-3 ടൈപ്പ് കിച്ചടികൾ വരുന്നുണ്ട്. പച്ചടി എന്ന് പറഞ്ഞാൽ ഇവിടെ കിച്ചടിക്കും പച്ചടിക്കും എനിക്ക് ചില സമയം കൺഫ്യൂഷൻ വരും. അവിടെ പച്ചടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ മധുരമുള്ള കറിക്കാണ് പച്ചടി എന്ന് പറഞ്ഞാൽ, മധുരക്കറി എന്നൊരു പേരില്ല, പച്ചടി. നമ്മൾ പൈനാപ്പിൾ ഫ്രൂട്ട്സ് ഒക്കെ ചെയ്യുന്ന പച്ചടി, അങ്ങനെയാണ് അവിടെ വരുന്നത്. പിന്നെ ഓലൻ പരമാവധി ആൾക്കാർ ചെയ്യാറില്ല. കാര്യം തേങ്ങാപ്പാലായതുകൊണ്ടും ഈ ഓണത്തിനൊക്കെ തേങ്ങാപ്പാൽ രാവിലെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ നേരത്ത് തേങ്ങാപ്പാൽ പൊട്ടിപ്പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. പരമാവധി സദ്യകൾ അത് അവിടെ ഇൻബിൽറ്റ് ആവാറില്ല. ഇവിടെ പിന്നെ എല്ലാ കറികളും ഓണത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓണത്തിന് പൊതുവെ ഞങ്ങൾ കറികൾ ചെയ്യാറില്ല. ഒരു വർഷം ഞങ്ങൾ ചെയ്തു, ഓവർ റഷ് ആയതോടുകൂടി നമുക്കത് ബിസിനസ് നടന്നുമില്ല. ആൾക്കാർക്ക് വരുന്നവർക്ക് ഓവർ തിരക്കുമായി, നമുക്ക് എടുത്ത് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ അത് ഭയങ്കര ഒരുപാട് കളയേണ്ടി വന്നു, വേസ്റ്റുമായി. എന്നാൽ സെയിൽ നടന്നുമില്ല.
അതുകൊണ്ട് ഞങ്ങൾ തിരുവോണത്തിന് അന്ന് ഞങ്ങൾക്ക് ഈ 365 ദിവസത്തിൽ ആ ഒരു ദിവസം ഞങ്ങൾ കറിയർ വെക്കില്ല. പിന്നെ ഇപ്പം നമ്മളവിടെ പൈസമേള നടക്കില്ല. അതെ, ഏതൊക്കെ ദിവസങ്ങളിലാണ്? അതിപ്പം അത്തം തുടങ്ങി ഇപ്രാവശ്യം ഉത്രാടം വരെ ചെയ്യുന്നുണ്ട്. ഓണത്തിന് പറ്റത്തില്ല, ഉത്രാടത്തിന് അന്ന് ഈവനിങ് വരെ ഉണ്ടാവും. ഏത് സമയത്ത് വന്നാലും ഇപ്പം രാവിലെ സമയം കുറച്ച് വെയിലായതുകൊണ്ട് കടയുടെ അകത്ത് ചോദിച്ചാൽ അവർ തരും. ഈവനിങ് തൊട്ട് പുറത്ത് ഡിസ്പ്ലേയോടുകൂടി പുറത്ത് ചെയ്യുന്നുണ്ട്. അത് എത്ര മണി തൊട്ടാണ്? ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം വെയിൽ താഴ്ന്നതിന് ശേഷം ഒരു 4 കൂട്ടം പായസം. അത് ഉള്ളതുപോലെ ഇപ്പം ഇന്നിപ്പോൾ എല്ലാ പായസം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ചെയ്യണം. അവിടത്തേക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തുടങ്ങണം. അതിലേക്ക് വേണ്ടി മാത്രം കുറച്ച് കടയുടെ ഫ്രണ്ടിൽ തന്നെ അകത്തും കിട്ടും രാവിലെ സമയം. ഏതൊക്കെ പൈസമാണ് ഉള്ളത്? അത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പം ഞാൻ എന്താ സേമിയ പ്ലാൻ ചെയ്തു. ഇനിയിപ്പോൾ പഴം വരട്ടി കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് പഴം അടിച്ചു വിടും. അപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, കടലയുണ്ട്, 4 പായസം. എത്ര രൂപയാണ് കപ്പ്? 40 മുതലാവില്ല. പക്ഷേ ഇപ്പോഴത്തെ വിലയ്ക്ക് 40 രൂപയ്ക്ക് കൊടുത്താലേ കപ്പ് പോകുള്ളൂ. കൂടുതൽ പറഞ്ഞാൽ അതൊരു നെഗറ്റീവിലോട്ട് പോകും. 50 രൂപ എന്ന് പറഞ്ഞാൽ 40 രൂപ കപ്പ്. പാലട മാത്രം 50 രൂപ, ബാക്കിയെല്ലാം 40 രൂപ.